അവരെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് ചോദിക്കുമ്പോൾ അയാൾ പറയും അവര് ലീനയെ കൊന്നിട്ടില്ലെന്ന്. അവർക്ക് ആ കൊട്ടേഷൻ കൊടുത്തത് കാശി എന്നൊരാളാണ്. അയാളാണ് ലീനയെ കൊന്നതെന്നും അവൻ പറയും. പക്ഷേ ലീന മരിച്ചതിന്റെ പിറ്റേന്ന് കാശിയും കൊല്ലപ്പെട്ടിരുന്നു. അവരെ രണ്ടുപേരെയും കൊന്നിട്ട് അശോക് കാശി താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകും. അവിടെ വെച്ച് അവൻ അവന്റെ ഒരു പരിചയക്കാരനെ കാണും. അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ലീന കൊല്ലപ്പെട്ടതിന്റെ അന്ന് കാശിയെ കാണാൻ ഫ്രാൻസിസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അശോക് അങ്ങനെ നേരെ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് പോകും. അവനോട് ചോദിക്കുമ്പോൾ അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അന്ന് ലീനയുടെ വേലക്കാരിയെ കൊന്നത് അവിടുത്തെ മന്ത്രിയുടെ രണ്ട് മക്കളും കൂട്ടുകാരും ചേർന്നാണ്. മന്ത്രിയുടെ മക്കളിൽ ഇളയാൾ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. അത് റിജക്ട് ചെയ്തതിന്റെ ദേഷ്യത്തിനാണ് അവരവളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. കൊന്നതിന് ശേഷം അവരെല്ലാം തിരിച്ചു പോകുമെങ്കിലും ആ ഇളയ മകൻ തിരിച്ചു വന്ന് അവളെ വീണ്ടും റേപ്പ് ചെയ്യും. ഈ ടൈമിലായിരുന്നു ലീന വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഇതെല്ലാം കാണുന്നതും. അവളവനെ തള്ളിയിട്ടിട്ട് കമ്പി കൊണ്ട് അടിച്ചു കൊല്ലും. എന്നിട്ടാണ് ഫ്രാൻസിസിനെ വിളിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ അവൻ അവന്റെ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ലീനയാണ് അവനെ കൊന്നതെന്ന് അവന്റെ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും. അവര് അവളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടും. ഇതറിഞ്ഞ ഫ്രാൻസിസ് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് അങ്ങോട്ട് വന്നതെന്നും അശോകിനോട് പറയും. അതുപോലെ ഇത് ചെയ്ത കാശിയെ അവൻ തന്നെയാണ് കൊന്നതെന്നും ഫ്രാൻസിസ് പറയും. അശോക് ഇതൊക്കെ കേട്ടിട്ട് ആദ്യം വിശ്വസിക്കില്ലെങ്കിലും ഫ്രാൻസിസ് കുറച്ച് കോൾ റെക്കോർഡ്സ് ഒക്കെ കാണിക്കുമ്പോൾ അവന് വിശ്വാസം വരും. അശോക് ഫ്രാൻസിസിനോട് ഇവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്